വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം വിഷയത്തിൽ സംസാരിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ ഇന്ന് രാവിലെയും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നില്ല. അദ്ദേഹം തനിക്ക് ശബ്ദവിശ്രമമാണ് എന്നൊരു പ്രസംഗത്തിൽ അവിടെ പറയുകയും ചെയ്തു. ഇപ്പോഴും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിലേക്ക് അദ്ദേഹം കയറി കഴിഞ്ഞു. മാധ്യമങ്ങളോട് അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല. ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആ വാഹനത്തിൽ കയറി അവിടെ നിന്ന് മടങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യമുണ്ട്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സാഹചര്യത്തിൽ എന്താണ് താങ്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്ന് മാധ്യമപ്രവർത്തകർ ആരായുന്നു. പക്ഷേ അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നില്ല. ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹം ഇപ്പോൾ മടങ്ങുകയാണ്. പോലീസ് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറ്റിവിട്ടു. അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം കടുത്ത നിലപാടെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കാര്യത്തിൽ എന്ന റിപ്പോർട്ടുകൾ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും അദ്ദേഹം പരസ്യമായി ഒരു പ്രതികരണത്തിന് മുതിരുന്നില്ല. പക്ഷേ KPCC അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരസ്യ പ്രതികരണം ഉണ്ടായി. നമ്മളത് കേട്ടതാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിന് ശേഷം നമ്മൾ AICC നേതൃത്വത്തിൻ്റെ പ്രതികരണവും കേട്ടതാണ്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞു ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നുവെന്ന്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, ഒന്നും പറയുന്നില്ലല്ലോ പ്രതിപക്ഷ നേതാവ് വിഷ്ണു? ഉന്മേഷ്, അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്ക് എത്തിയത്. അവിടെ നിന്ന് മണ്ഡലത്തിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത്. പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിന്റെ രാജിയും ആവശ്യപ്പെട്ട് ഉയർന്നു വന്ന ആവശ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഉമ്മ തോമസ്, വനിതാ നേതാക്കളടക്കമുള്ള ആളുകൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളൊക്കെ രാഹുൽ രാജിവെക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ മൗനമാണ് വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല. ഒരുപക്ഷെ പാർട്ടി ഔദ്യോഗികമായി ഹൈക്കമാൻഡ് നിന്ന് തീരുമാനം വന്ന ശേഷം പ്രതികരിക്കാം എന്ന നിലപാടിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം പറവൂരിലേക്ക് പോയി എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതായത് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ആദ്യഘട്ടമാണ്. ഇതൊരു വേറിട്ട പാർട്ടിയാണ് എന്ന് ഞങ്ങൾ കാണിച്ചു തരും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എടുക്കുന്ന നിലപാടിൽ ഇതൊരു വേറിട്ട പാർട്ടിയാണ്, മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ ഈ ഘട്ടത്തിൽ നോക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു. അതോടുകൂടിയാണ് രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല രാഹുലിന് MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ട വരും എന്നൊരു സന്ദേശം ഉണ്ടായത്. പിന്നീട് അവിടെ നിന്ന് മറ്റ് നേതാക്കളൊക്കെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും അദ്ദേഹം ഇതുവരെ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഇന്ന് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പാർട്ടി നിലപാട് കൂടി പുറത്ത് വന്ന ശേഷം ആയിരിക്കും വി ഡി സതീശന്റെ പ്രതികരണം ഉണ്ടാകുക. ഈ വിഷയത്തിൽ അദ്ദേഹവും ആദ്യഘട്ടത്തിൽ വലിയ പ്രതിരോധത്തിൽ പോയിരുന്നു. അദ്ദേഹത്തിന്റെ പേരടക്കം പുറത്തുവരുന്ന സാഹചര്യം. ശരി വിഷ്ണു, ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല.